ഹലോ ഫ്രണ്ട്സ്, എൻആർനോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് DRDOയിലേക്ക് അപ്രൻറ്റീസായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ പോസ്റ്റുകൾ എന്നുള്ളതും പിന്നെ അതിൻ്റെ എന്തൊക്കെ ബിരുദങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, BE BTech ഉള്ളവർക്ക് 7 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്കാർക്ക് BE BTech തന്നെയാണ് 6 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആൾക്കാർക്ക് BE BTech BSc 3 വേക്കൻസിയാണ്. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി പറഞ്ഞിട്ടുണ്ട്, BE BTech BSc 4 വേക്കൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ ബയോമെഡിക്കൽ ഉണ്ട്, BE BTech 4 വേക്കൻസി. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, BE BTech തന്നെയാണ് 1 വേക്കൻസിയാണ്. ലൈബ്രറി സയൻസ് ഉണ്ട്, LIB BLISC 1 വേക്കൻസിയാണ്. ഫിസിക്സ് ഉണ്ട്, BSc 1 വേക്കൻസി. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഉണ്ട്, 1 വേക്കൻസി ഉള്ളൂ, BComകാർക്കാണുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ BComനും വന്നിട്ടുണ്ട് അക്കൗണ്ട്സിലേക്ക്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഇത് 1 ഇയറിൻ്റെ മുകളിലേക്ക് എക്സ്പീരിയൻസ് വർക്ക് ചെയ്തിട്ടുള്ളത് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റൈഫൻ്റായിട്ട് കിട്ടുന്നത് 12,300 പെർ മന്താണ് കിട്ടുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതിലൂടെ തന്നെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിന് എക്സാമും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ എടുക്കുകയും ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 20 മെയ് ആണ് വരിക. 20 മെയ് 2026 വരിക. ജോയിനിങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 1 ജൂലൈക്കാണ് വേണ്ടത്. അതായത് മെയ്, ജൂൺ, ജൂലൈ 2 മാസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് അപ്രൻറ്റീസ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. സ്റ്റൈഫൻറ്റും കാര്യങ്ങളും ഉണ്ട്, അപ്പോൾ അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ PDF കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതുവഴി തന്നെ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം.